കൊല്ലം അഞ്ചൽ കൈപ്പള്ളിമുക്കിൽ പ്രവർത്തിക്കുന്ന ഫ്ലവർ മില്ലിൽ മോഷണം. മില്ലിന്റെ പിൻവശത്തെ കതക് പൊളിച്ച് അകത്തുകയറിയ മോഷ്ടാവ് ട്രേയിൽ സൂക്ഷിച്ചിരുന്ന 2 ലക്ഷം രൂപയും 15,000 രൂപയോളം വില വരുന്ന സാധനങ്ങളും മോഷ്ടിച്ചു കടത്തി. രാവിലെ മില്ല് തുറക്കാനെത്തിയ സുനിൽ മില്ലിന്റെ പിൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മേശയിൽ സൂക്ഷിച്ചിരുന്ന 2 ലക്ഷം രൂപ മോഷണം പോയത് അറിയുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ ആയൂരിലെ സ്വകാര്യ ബാങ്കിൽ നിന്നും ചിട്ടിത്തുകയായി ലഭിച്ച 2 ലക്ഷം രൂപയാണ് മില്ലിലെ മേശയിൽ സൂക്ഷിച്ചിരുന്നത്. മില്ലിൽ നിന്നും 15,000 രൂപയുടെ സാധനങ്ങളും മോഷണം പോയതായി പരാതിയുണ്ട്. ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം പോകുമ്പോൾ ഒരു 9:30 മണിയാവും. 9:30 മണിയായപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. പക്ഷേ രാവിലെ ഞാൻ വരുന്നത് ഏകദേശം 9:15 മണിയായി. 9:15 മണിയായി വന്ന് ഫ്രണ്ട് വന്ന് തുറന്ന് അകത്തേക്ക് കയറി നോക്കുമ്പോൾ നമ്മളെ സാധനങ്ങളെല്ലാം നമ്മൾ വെച്ച രീതിയിലല്ല കിടക്കുന്നത്. മൊത്തം വലിച്ചു വാരിയൊക്കെ ഇട്ടേക്കും. നമ്മളെ ബാഗുകൾ, മറ്റുള്ള സാധനങ്ങളെല്ലാം പരിശോധന നടത്തുന്ന മാതിരിയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലായി. കാരണം നമ്മൾ ഇന്നലെ പോയ രീതിയിലല്ലല്ലോ കിടക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ ബാക്കിലേക്ക് വന്നപ്പോൾ കറക്റ്റായിട്ട് ഡോറ് തുറന്നു കിടക്കുന്നു. അപ്പോൾ പൂട്ട് പൊളിച്ചിട്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ ഡോറ് തുറന്ന് പുറത്തേക്ക് നോക്കി നമ്മുടെ ഹൗസ് ഓണറെ കണ്ടു. ഹൗസ് ഓണറോടാണ് ആദ്യമേ ഞാൻ ഈ വിവരം പറയുന്നത്. പരിശോധിച്ചെന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ചിട്ടി പിടിച്ച പൈസയായിരുന്നു അതിനകത്ത് ഇരുന്നത്. പക്ഷേ രാത്രി ഞാൻ ഇവിടുന്ന് ഉച്ചയ്ക്ക് 2-3 മണിക്കൂറോളാണ് ഞാൻ ഈ പൈസ ഇതിനകത്ത് വെച്ചിട്ട് നിൽക്കുന്നത്. പക്ഷേ രാത്രി ഈ പൈസ തിരിച്ചെടുക്കാൻ മറന്നുപോയി. സംഭവത്തിൽ മില്ലുടമ സുനിൽ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. പ്രദേശത്തെ CCTV ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ശേഖരിച്ച് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്.